അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്റ 8-ാം വർഷം ദുൽഖഅദ 25-ാം തീയതിയോടുകൂടെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയവും അനുബന്ധ കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. പിന്നെ വളരെ തിരക്കിട്ട ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങൾ, ആ വർഷങ്ങൾ അതിനെ ആമുൽ വുഫൂദ് എന്നാണ് പറയുന്നത്. അതായത് മക്ക വിജയം നടന്നതോടുകൂടെ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മുക്കുകളിൽ നിന്ന്, മൂലകളിൽ നിന്ന് കുടുംബസമേതം ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയുള്ളവർ നേരിട്ട് മദീനയിലേക്ക് വരുന്നു, നബിയെ കാണുന്നു, ഷഹാദത്ത് കലിമ ചൊല്ലുന്നു, നബിയുമായി ബൈഅ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ആ സമയത്ത് തന്നെ ഉണ്ടായി. അതായത് അറേബ്യയുടെ ചില ഭാഗങ്ങളിലെങ്കിലും വളരെ ചെറുതെങ്കിലുമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഓരോ സ്ഥലങ്ങളിലേക്കുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ ചെറിയ ശരീഅത്തുകളെ, ചെറിയ ചെറിയ സൈനിക സംഘങ്ങളെ നിയോഗിക്കുകയും അവിടുത്തെ വെല്ലുവിളിയെ അവിടുത്തെ രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇതെല്ലാമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സക്കാത്ത് വ്യവസ്ഥിതി നിലവിൽ വന്നു. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ അവരെ അത് പഠിപ്പിക്കുവാനും അവരിൽ നിന്ന് സക്കാത്തിൻ്റെ വിഹിതം ശേഖരിക്കുവാനും അത് അർഹരായ ആൾക്കാർക്ക് കൊടുക്കുവാനും, അതൊക്കെ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ്. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ദൂതന്മാരെ പറഞ്ഞയക്കുകയൊക്കെ ചെയ്തത് ഈ സമയത്താണ്. ഇങ്ങനെ വിവിധങ്ങളാകുന്ന ശരീഅത്തുകൾ ഈ സമയത്ത് നടന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അത് ഹിജ്റ 9-ാം വർഷത്തിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 150ഓളം സഹാബിമാരുമായി ഹാത്തിമു ത്വായിയുടെ മകനായിരുന്ന അദിയ് ബിൻ ഹാത്തിം എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഏതാണ്ട് വടക്ക് ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്രം. അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിൽ വലിയൊരു ആരാധനാലയമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ തരം വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹാത്തിമു ത്വായിയെ പരിചയപ്പെടണം നമ്മൾ ആദ്യമായിട്ട്. കാരണം അറേബ്യൻ സംസ്കാരത്തിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് ഹാത്തിമു ത്വായി. ഹാത്തിമു ത്വായി അറബികളുടെ ഏറ്റവും നല്ല ഉദാരനായ ഒരാളായിരുന്നു എന്നാണ്. ശരിക്കും ഹിജ്റയുടെ 46 വർഷങ്ങൾക്ക് മുമ്പാണ് ഹാത്തിമു ത്വായി മരണപ്പെട്ടത്. അതുകൊണ്ട് ഇസ്ലാമിൽ എത്തിയിട്ടില്ല ഹാത്തിമു ത്വായി. ശരിക്കും ഇസ്ലാം ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഹാത്തിമു ത്വായിക്ക് ലഭിക്കുകയായിരുന്നുവെങ്കിൽ, ആ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇസ്ലാമിൽ എത്തിച്ചേരേണ്ട ഒരാളായിരുന്നു മഹാനായ ഈ ഉദാരമതി. അദ്ദേഹം വലിയ, ശരിക്കും സിമ്പലാണ്, കറമിൻ്റെ സിമ്പലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മാവിയ എന്നാണ്. മാവിയ പറയുന്നുണ്ട്, മാവിയയോട് ആരോ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിൽ നിന്ന്, നിങ്ങളുടെ ഭർത്താവ് ഏറ്റവും വലിയ ഔദാര്യമായിരുന്നല്ലോ, ആ ഭർത്താവിൽ നിന്ന് കണ്ട ഏറ്റവും വലിയ ഔദാര്യത്തിൻ്റെ ചിത്രം ഏതായിരുന്നു എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ പറഞ്ഞു, ഒരിക്കൽ വലിയ വരൾച്ചയുണ്ടായി, എല്ലാം 2 മക്കളാണ് ഉണ്ടായിരുന്നത്, സിഫാനയും പിന്നെ അദിയും. അങ്ങനെ അവരടക്കം, ഹാത്തിമു ത്വായി അത്യാവശ്യം ധനികനും കൂടിയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ 2 മക്കളും അടക്കമുള്ളവർ പോലും വിശന്ന് പുളയുന്നൊരു സമയം. ആ സമയത്ത് ഒരു സഹോദരി തൻ്റെ ചെറിയ കുട്ടികളുമായി വീട്ടിലേക്ക് വന്ന രംഗം, വീട്ടിൻ്റെ ഉള്ളിലുള്ള 4 വയറുകളും എരിവരി കൊള്ളുകയാണ്. അപ്പോഴാണ് ചെറിയ കുട്ടികളുമായി, ദൈന്യതയുള്ള മുഖമുള്ള ചെറിയ കുട്ടികളുമായിട്ട് ആ സ്ത്രീ വരുന്നത്. ആ സ്ത്രീ വല്ലാത്ത ഒരു സങ്കടത്തോടെ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ കുട്ടികൾ ഇപ്പോൾ മരിച്ചു പോകും. സങ്കടം. ഉടനെ അവരെ അവിടെ സ്വീകരിച്ചിരുത്തിയിട്ട് വീടിൻ്റെ പിന്നിലേക്ക് പോയിട്ട് ഹാത്തിമു ത്വായി സ്വന്തം കുതിരയെ അറുത്തു.
അറബികളുടെ ജീവിതം നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അതിൽ അത്ഭുതം നമ്മൾ മനസ്സിലാക്കാത്തത്. കാരണം ഒരു അറബിക്ക് ഒരു കുതിര എന്ന് പറയുന്നത് വളരെ അനുപേക്ഷണീയമായ ഒരു കാര്യമാണ്, പ്രധാനികൾക്ക് പ്രത്യേകിച്ച്. അതിനെ അറുത്തു, എന്നിട്ട് ഇറച്ചി പാകം ചെയ്ത് എല്ലാവരും കൂടി കഴിക്കുകയുണ്ടായി. ഇതൊരു ചെറിയ സംഭവം പറഞ്ഞെന്ന് മാത്രം. ഹാത്തിമുത്തായിയെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അദിയ്. അദിയ് ഒരു പ്രത്യേക കാഴ്ചപ്പാടുകാരനായിരുന്നു. അങ്ങനെ മുശ്രിക്കീങ്ങളുടെ മതത്തിലേക്കോ ക്രൈസ്തവ മതത്തിൽ, സത്യത്തിൽ അവർ ക്രൈസ്തവരാണ് ശരിക്കും, ക്രൈസ്തവ മതത്തിലേക്കോ ഒന്നും പോകാതെ നിന്നിരുന്ന ഒരു പ്രത്യേക ആരാധനാ മണ്ഡപം ഇതൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എന്തായിരുന്നാലും അലി റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സേനയെ കണ്ടതോടുകൂടി അദിയ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളികളുമായി ഷാമിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം. അവസാനം അവിടെ ബാക്കിയുള്ളവരെ നേരിട്ടു. അപ്പോൾ അവിടെയുള്ള സമ്പത്ത്, അതുപോലുള്ള ആൾക്കാർ, ഇതൊക്കെ പിന്നെ ഈ സൈന്യത്തിൻ്റെ യുദ്ധമാകുമ്പോൾ പിന്നെ അങ്ങനെയാണ്, അത് യുദ്ധത്തിൻ്റെ നിയമമാണ്. ഏതായിരുന്നാലും അങ്ങനെ അവിടെ നിന്ന് പിടികൂടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ശരിക്കും ഹാത്തിമുത്തായിയുടെ സഹോദരിയായിരുന്നു, അല്ല ഹാത്തിമുത്തായിയുടെ മകളായിരുന്നു. അതായത് അദീബ് ഹാത്തിമിൻ്റെ സഹോദരി സിഫാനയായിരുന്നു. അവരുമായിട്ട് മക്കായിലെത്തി, മദീനയിലെത്തി. അങ്ങനെ മദീനയിലെത്തി മഹാനാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ എത്തി. അപ്പോൾ ഈ സഹോദരി വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, എൻ്റെ രക്ഷാകർത്താക്കളൊക്കെ എന്നെ ഇട്ട് ഓടിപ്പോയി. എനിക്കാണെങ്കിലോ സത്യത്തിൽ പ്രായമായിട്ടുണ്ട്, അതിൻ്റേതായ അസ്ഖ്യതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ദയവായി എന്നോട് കാരുണ്യം കാണിക്കണം. നബി കേട്ടു, പുഞ്ചിരിച്ചു. സിഫാനയ്ക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പിറ്റേ ദിവസവും നബിയെ കണ്ടപ്പോൾ സിഫാന ഈ ആവശ്യം ഇതേ വികാരത്തിൽ ഉന്നയിച്ചു. നബി പുഞ്ചിരിച്ചു. മൂന്നാമത്തെ ദിവസവും അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്വരിക്കുഹ, അവർ വിട്ടേക്കൂ. മാത്രമല്ല അവർക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചേരാൻ എന്തൊക്കെ വേണോ അതൊക്കെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സിഫാന സന്തോഷവതിയായി മദീനയിൽ നിന്ന് മോചിതയായി തൻ്റെ നാട്ടിലേക്ക് പോയി. നേരെ ഷാമിലെത്തി. സഹോദരൻ എവിടെയായിരിക്കുമെന്ന് സിഫാനക്കറിയാം. നേരെ അദീനോട് ചെന്നിട്ട് പറഞ്ഞു, അദീ, നമ്മൾ കരുതിയ പോലല്ല കാര്യങ്ങളാണ്. ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഒരു അത്ഭുതമാണ്, കാരുണ്യത്തിൻ്റെ മഹാരൂപമാണ്, സ്നേഹത്തിൻ്റെ ഒരു പ്രതിരൂപമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ മാനുഷികമായ ഗുണങ്ങളുടെ ഉടമയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ നേരാങ്ങളയോട് പറയാനുള്ളത്, നീ നേരെ മുഹമ്മദ് നബിയുടെ അടുക്കൽ ചെല്ലണം. അപ്പം അദീ ചോദിച്ചു, അല്ല, നമ്മൾ അദ്ദേഹത്തിൻ്റെ ശത്രുഗണത്തിലുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ട് നമുക്കങ്ങനെ ചെല്ലാൻ കഴിയുമോ? നമുക്ക് അദ്ദേഹം അമാൻ നൽകുമോ, അഭയം നൽകുമോ? തീർച്ചയായും അഭയം നൽകും. എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായിട്ടില്ല, അദ്ദേഹം അങ്ങനത്തെ ആളാണ്. അദീ ഇബ്നു ഹാത്തിം നേരെ മദീനയിലേക്ക് നടന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.